ബെല്ലറീനെ കണ്ടു ഇന്നലെ PVR ഒരു മിഡ് നൈറ്റ് സ്ക്രീനിങ് ഉണ്ടായിരുന്നു, ഒരു സ്പെഷ്യൽ ഷോ. നല്ല കിടിലം പടമാണ്. ഒറ്റ വാക്കിൽ പടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല അടിപൊളി പടം. കാരണം എന്തിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്, എന്ത് കാണാനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്, ആ പൈസ മുതലാവുന്ന രീതിയിലുള്ള ജോൺ വിക്ക് ഫ്രാഞ്ചൈസിലെ മറ്റൊരു സ്പിൻ ഓഫ് ആണ്. ഇതൊരു മറ്റൊരു ജോൺ വിക്ക് പടത്തിനെ മിമിക് ചെയ്യാനല്ല ഈ ഒരു പടം ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഫ്രാഞ്ചൈസിൽ അടുത്തൊരു ക്യാരക്ടറിനെ കാണിക്കണം. ഇനി ഇങ്ങോട്ട് ആ ഒരു ഫ്രാഞ്ചൈസി ബിൽഡ് ചെയ്ത് വരികയാണ്. സോ അവർ വേൾഡ് ബിൽഡിംഗ് പ്രോപ്പറായിട്ട് കാണിക്കണം. അടുത്തടുത്ത ഇവന്റ്സ് ഏതൊക്കെയാണ്, വേറെ വില്ലന്മാർ ഏതൊക്കെയാണ് എന്നൊക്കെ നീറ്റായിട്ട് കാണിക്കാൻ പറ്റുന്നൊരു മൂവിയാണ്. അത് പ്രോപ്പറായിട്ട് ഈ സിനിമ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അപ്പാർട്ട് ഫ്രം എവറിത്തിങ് ആക്ഷൻ സീക്വൻസുകൾ, അതിനാണ് ഈ സിനിമയിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതും. അതിന് ഒട്ടും പഞ്ഞുമില്ല, അത് കിഡിലായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു റേറ്റഡ് അല്ലെങ്കിൽ 18+ മൂവി കൂടിയാണ്. ഒരുപാട് ബ്ലഡ് ബാത്ത് നിറഞ്ഞ വയലൻസ് രംഗങ്ങളൊക്കെ സിനിമയിലുണ്ട്. അതുകൊണ്ട് കുട്ടികളെ കൊണ്ട് ഈ ഒരു പടത്തിന് പോകരുത്. ജോൺ വിക്കിന്റെ പടമാണ് അല്ലെങ്കിൽ ജോൺ വിക്ക് ക്യാരക്ടറിനൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ബ്രെയിൻ തെറിക്കുന്ന രീതിയിലുള്ള കുറേ ആക്ഷൻ സീക്വൻസുകളും കുറേ വയലൻസ് സീക്വൻസുകളും സിനിമയിലുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഓർക്കുക. ആൻഡ് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമായത് അന്ന ഡി ആർമസിന്റെ മെക്കർ എന്നൊരു ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്തതും ആ ഒരു ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യുന്ന കുറേ സാധനങ്ങൾ സിനിമയിൽ പ്ലേസ് ചെയ്തതുമാണ്. കാരണം ഇത് ഒരിക്കലും ഒരു ജോൺ വിക്ക് പടമല്ല, അത് സിനിമ ആദ്യം തൊട്ടേ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് സിനിമയിലൊരു മെയിൻ പ്രശ്നമായിട്ട് തോന്നി, അല്ലെങ്കിൽ ഒരു ഓട് വൺ ഔട്ടായിട്ട് തോന്നിയത് ഇതിൽ ജോൺ വിക്കിന്റെ ക്യാരക്ടർ തന്നെയാണ്. കാരണം ഈ ഒരു പടത്തിൽ ആ ഒരു ക്യാരക്ടറിന്റെ റെഫറൻസും ജസ്റ്റ് ഒരു ഫോർ ഷാഡോയിങ്, ഒരു സില്ലൗട്ട് ഷോട്ട് കാണിച്ചാൽ തന്നെ മതി, വേറെ ഒന്നും കൂടുതൽ കാണിക്കേണ്ട. ആളെ കൊണ്ടുവന്ന ഒരു ചെറിയ ആക്ഷൻ സീക്വൻസും ചെറിയ ആക്ഷൻ ബ്ലോക്കും ഒരു ക്യാരക്ടറായിട്ട് തന്നെ ഈ സിനിമയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നി. കാരണം ഈ സിനിമയിൽ മൂപ്പര് ഫിറ്റ് ആവണില്ല ഈ ഒരു പടത്തിൽ. ഓൾറെഡി ഇതിന്റെ ഡയറക്ടർ വേറെയാണ്. നമ്മൾ മറ്റേ പടങ്ങളൊക്കെ ജോൺ വിക്ക് പടങ്ങളൊക്കെ നമ്മൾ കണ്ടത് ചാഡ് സ്റ്റാഹോസ്കി ആണ്. പക്ഷേ ഇതിൽ ലെൻ വൈസ്മാൻ, നമ്മുടെ അണ്ടർവേൾഡ് പടങ്ങളുടെ ഡയറക്ടർ, ആളുടെ ഒരു ശൈലിയിൽ അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിന് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പടം എടുത്തിട്ടുള്ളത്. സോ മൂപ്പര് ഈ നമ്മുടെ കിയാനോ റീവ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന വിധം എനിക്ക് അത്ര അങ്ങനെ പറ്റിയില്ല. പക്ഷേ അന്ന ഡി ആർമസ് പ്രസന്റ് ചെയ്തതും ആ ഒരു ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സോ എനിക്കിതിൽ ഓട് വൺ ഔട്ടായിട്ട് തോന്നിയത് കിയാനോ റീവ്സ് ആണ്. ആള് വേണ്ടായിരുന്നു എന്ന് തോന്നി. ആളുടെ പോർഷൻ ഒഴിച്ചു നിർത്തിയാൽ ഈ ഒരു ക്യാരക്ടറിനെ പ്ലേസ് ചെയ്തതും കാസ്റ്റ് ചെയ്തതും അന്ന ഡി ആർമസിനൊക്കെ തന്നെ കിഡിലിനായിട്ടുണ്ട്. കാരണം ഈ ഒരു ക്യാരക്ടറിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. സോ ഫിസിക്കലിയും കുറേ പ്രശ്നങ്ങളുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു ക്യാരക്ടർ പോകുന്നത്. ഇപ്പോൾ കിയാനോ റീവ്സിന്റെ അല്ലെങ്കിൽ ജോൺ വിക്കിന്റെ ക്യാരക്ടറിന്റെ ഓൾറെഡി ബാബായ്ക്ക് അല്ലെങ്കിൽ ബൂഗിമാനാണ് അവർ യൂണിവേഴ്സിലെ ഏറ്റവും വലിയ ക്യാരക്ടേഴ്സിൽ ഒന്നാണ്. സോ അതിൽ നിന്ന് കുറേയൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു ക്യാരക്ടറും പോകുന്നത്. പക്ഷേ പോകെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഈവൻ കിയാനോ റീവ്സിന്റെ ക്യാരക്ടറിന്റെ അടുത്ത് പോലെ ഒരു മിനിറ്റ് പോലും 1-on-1 ആയിട്ട് നിൽക്കാൻ പറ്റാത്ത അത്രയും പോരായ്മയുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു ക്യാരക്ടറുണ്ട്. സോ അത്ര പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറൊന്നും അല്ല. സോ ആളുടെ ഡിസഡ്വാൻറ്റേജ് ഒക്കെ എന്താണെന്ന് സ്വയം മനസ്സിലാക്കി അതിനെ അഡ്വാൻറ്റേജ് ഒക്കെ എടുക്കുന്ന ഒരു ക്യാരക്ടർ ആക്കിയിട്ടാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട്. ഇപ്പോൾ ജോൺ വിക്കിന് ഒരു ഒറ്റ വെട്ടിന് ആളെ കൊല്ലാൻ പറ്റുമെങ്കിൽ ഈ ഒരു ക്യാരക്ടറിന് ഒറ്റ വെട്ടിന് പറ്റില്ല, ഒരു 3-4 വെട്ട് വെട്ടേണ്ടി വരും. അത് ഈ പടത്തിൽ കാണിക്കുന്നുണ്ട്. അതിനെ എടുക്കുന്ന സ്ട്രഗിളും അതിനെടുക്കുന്ന ആ ഒരു സ്ട്രെസ്സും ഒക്കെ തന്നെ നീറ്റായിട്ട് സിനിമയിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെറുതെ ഒരു ആക്ഷൻ ബ്ലോക്ക് എന്നതിലുപരി ആ ഒരു ക്യാരക്ടർ ഡിഫൈനിങ് ആയിട്ടുള്ള കുറേ സാധനങ്ങളും ആ ഒരു ക്യാരക്ടറിനെ പ്രോപ്പറായിട്ട് ആ ഒരു യൂണിവേഴ്സിൽ ഫിറ്റ് ആക്കാനും പറ്റിയിട്ടുണ്ട്. ആൻഡ് അന്ന ഡി ആർമസിന്റെ കാസ്റ്റിംഗ് കിഡില്. ഞാൻ വിചാരിച്ചത് ഇപ്പോൾ ഇതിനു മുമ്പ് ഈ ആക്ട്രസിനെ നമ്മൾ കണ്ടിട്ടുള്ളത് കൂടുതലും കുറച്ചും കൂടി സ്റ്റീമി ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്സി ആയിട്ടുള്ള ക്യാരക്ടറൊക്കെ ആയിട്ടായിരിക്കും. ഒന്നും വേണ്ട, ഇങ്ങനെ ഒരു ആക്ട്രസിനെ നമ്മളിപ്പോൾ ഒരു തെലുങ്ക് പടത്തിലോ തമിഴ് പടത്തിലൊക്കെ കൊണ്ടിടുകയാണെങ്കിൽ എന്തായാലും ഇങ്ങനെ ഒരാളെ കിട്ടി, എന്നാൽ പിന്നെ ഒരു ഐറ്റം ഡാൻസും കൂടി ആവാം, എന്നാൽ പിന്നെ എന്തെങ്കിലും ഒരു സീനും കൂടി ആവാന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കുത്തിക്കയറ്റി ഒരു ആവശ്യമില്ലാണ്ട് ഓരോ സീനും കൊണ്ട് പ്ലേസ് ചെയ്യും. അങ്ങനത്തെ ഒന്നും ഈ പടത്തിലില്ല. കാരണം ഈ പടത്തിന്റെ ഇന്റൻഷനേ അതല്ല, ഈ ഒരു ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്തത് മാത്രമാണ്. സോ ഇതിന് മുമ്പ് നമ്മൾ ഏതൊക്കെ രീതിയിൽ അന്ന ഡി ആർമസിനെ കണ്ടിട്ടുണ്ടോ അതൊക്കെ നമ്മൾ മറന്നു. പക്ഷെ ഇതിലേക്ക് നമ്മൾ വരുമ്പോൾ ആ ഒരു ആക്ട്രസ് ഇതിനു മുമ്പ് ചെയ്തു വെച്ച പടങ്ങളോ ക്യാരക്ടേഴ്സോ ഒന്നും നമുക്ക് ഓർമ്മ വരില്ല. ഷീ വാസ് ബെല്ലറീന അല്ലെങ്കിൽ ഷീ ഈസ് മെക്കർ എന്ന രീതിയിൽ രജിസ്റ്റർ ആയിട്ടാണ് സിനിമ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് പോകുന്നത്. സോ നല്ല രസമുണ്ടായിരുന്നു ഒരു ക്യാരക്ടർ പ്ലേസ്മെന്റും ആക്ഷൻ ബ്ലോക്കുകൾ ഈ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, നല്ല പണിയെടുത്തിട്ടുണ്ട്, നല്ല മെനക്കെട്ടിട്ടുണ്ട്. അത് നീറ്റായിട്ട് പടത്തിൽ കാണാനും പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഓൾറെഡി കുറേ നമ്മളിപ്പോൾ ഈ ജോൺ വിക്ക് ഫ്രാഞ്ചൈസി തന്നെ ഈവൻ ഇതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ കോണ്ടിനെന്റൽ എന്ന സീരീസും ഇതിലൊക്കെ തന്നെ നമ്മൾ കുറേ നല്ല ആക്ഷൻ ബ്ലോക്കുകളും റിപ്പീറ്റ് അടിച്ചിട്ട് കുറേ സാധനങ്ങളൊക്കെ നമ്മൾ വരുന്ന പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. സോ ഇതിൽ എന്തൊക്കെ പുതുമകൾ കൊണ്ടുവരാൻ പറ്റും? നമ്മൾ ഓൾറെഡി കുംഫു അല്ല, ഗണ്ണ് വെച്ചിട്ട് ഗൺഫു ഒക്കെ നമ്മൾ കണ്ടതാണ്. സോ അതിൽ നിന്നൊക്കെ എന്തൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ ബോംബ് ഫൂ ഉണ്ട്, ഒരു പ്ലേറ്റ് ഫൂ ഉണ്ട്, ഒരു ഫ്ലെയിം ത്രോവർ ഫൂ ഉണ്ട്. അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് ഈ സിനിമയിൽ. ഫ്ലെയിം ത്രോവറിൻ്റെ സീനൊക്കെയാണ് എനിക്ക് ഈ സിനിമയിൽ ഒരു ഹൈ ആയിട്ട് തോന്നിയൊരു സാധനം. കാരണം വിഷ്വലി അത് കാണാൻ ഭയങ്കര രസമുണ്ട്. നല്ല എപ്പിക്കായിട്ട് അത് മേക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സിനിമാറ്റോഗ്രഫിയും അതിൻ്റെ ടോട്ടൽ മേക്കിങ്ങും ആ ഒരു അറ്റ്മോസ്ഫിയറും മൊത്തം ഡാർക്കായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവർ മാതിരി ഒരു ടണലിലുള്ള സീക്വൻസ് ഒക്കെ ഉണ്ട്. ഒരു ഡ്രാഗൺ ഫയർ വിറ്റ് ചെയ്യുന്ന പോലെ ഈ ഒരു ക്യാരക്ടർ ആ ഒരു ഫ്ലെയിം ത്രോവർ വെച്ച് നിൽക്കുന്നു. നമ്മൾ ആ ട്രെയിലറിൽ കാണുന്ന രീതിയിലുള്ള ആ ഒരു ഫ്ലെയിം ത്രോവറും ഓപ്പോസിറ്റ് ആയിട്ട് ആ ഒരു വാട്ടർ സ്പ്ലാഷിംഗ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ നല്ല നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇത് ഒറിജിനലാണ്.
ആൾക്കാർക്ക് പൊള്ളുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ മേത്തേക്ക് തീ അടിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങൾ. ആൻഡ് ഞാൻ ഈ പറഞ്ഞ പോലെ ജോൺ വിക്കിനെ മിമിക് ചെയ്യുന്ന കുറേ സീക്വൻസുകളും ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മറ്റുള്ളവരൊക്കെ ഗണ്ണ് ഹാൻഡിൽ ചെയ്യുന്ന പോലെ ദൂരത്ത് വെക്കാതെ തൊട്ടടുത്ത് വെച്ച് ക്ലോസ് കോമ്പാക്ട് സീക്വൻസുകളും അല്ലെങ്കിൽ 1-on-1 സാധനങ്ങളൊക്കെ നീറ്റായിട്ട് ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റും. അന്നാ ഡി ആർമസ് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറേ മെനക്കെട്ടിട്ടുണ്ട്, അത് നീറ്റായിട്ട് പടത്തിൽ കാണാനുമുണ്ട്. സോ ഓവറോൾ നല്ല എൻഗേജിങ് ആയിട്ടുള്ള നല്ല കിഡിലായിട്ടൊരു പടം. എനിക്ക് ഈ സിനിമയിൽ ജോൺ വിക്ക് സിനിമകളിൽ നിന്ന് മിസ്സായ ഒരു എലമെന്റ് എന്ന് തോന്നി ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അപ്പോൾ അത് കുറച്ചും കൂടി നന്നാക്കായിരുന്നു. മറ്റേലൊക്കെ നമ്മളൊരു ടെക്നോ സാധനങ്ങളൊക്കെ നമ്മൾ കേൾക്കില്ലേ, അത് ഇതിലുണ്ട്, പക്ഷെ കുറവാണ്. പിന്നെ നമുക്ക് എടുത്തു പറയാനൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഓർമ്മയിൽ നിൽക്കാൻ പറ്റിയ സാധനങ്ങളൊന്നുമില്ല. ഇപ്പോൾ 4-ലൊക്കെ ആ ഒരു ടെക്നോ സീൻ ഉണ്ടല്ലോ, ഒരു പബ്ബിനകത്ത് കയറുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നല്ലോ, ഒരു സൗണ്ടും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ ഒരു ആക്ഷൻ സീക്വൻസുകളൊക്കെ വരുമ്പോൾ ജസ്റ്റ് ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ സ്ലോ മോഷൻ നടന്നു പോകുമ്പോൾ തന്നെ ഒരു വൈബാണ്. ആ ഒരു വൈബ് ഇതിൽ മിസ്സാവുന്നുണ്ട്. സോ സൗണ്ട് ഡിസൈൻ കുറച്ചും കൂടി നന്നാക്കാനും തോന്നി ഈ ഒരു പടത്തിൽ. ബാക്കി എല്ലാം നീറ്റായിട്ട് അതേപോലെ തന്നെ. അങ്ങനെ ഞാനീ പറഞ്ഞ പോലെ ഡയറക്ടർ വ്യത്യാസമായതുകൊണ്ട് കുറേ വ്യത്യാസങ്ങൾ ഇതിൻ്റെ മേക്കിങ്ങിലും ഇതിലെ ഷോർട്ട് സെലക്ഷനിലൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എത്രത്തോളം ട്രൂ ടു നേച്ചർ അല്ലെങ്കിൽ ആ ഒരു ഫ്രാഞ്ചൈസിനോട് അടുത്ത് നിൽക്കാൻ പറ്റും അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ആളിതിനു മുമ്പ് ഞാൻ പറഞ്ഞ പോലെ അണ്ടർവേൾഡ് പടങ്ങൾ എടുത്ത ഡയറക്ടറാണ്. സോ കുറേ കൂടി ഡാർക്കർ ഷെയ്ഡിലേക്ക് മൂപ്പർക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഈ ഒരു ഫ്രാഞ്ചൈസിൽ ഉണ്ടാകുന്ന കുറേ കളേഴ്സ് ഉണ്ടല്ലോ, കുറേ കളർ പാലറ്റും ആ ഒരു വയലറ്റും അല്ലെങ്കിൽ ആ ഒരു നിയോൺ കളേഴ്സൊക്കെ തന്നെ നീറ്റായിട്ട് കാണിക്കാനൊക്കെ ഇതിൽ പറ്റുന്നുണ്ട്. സോ എപ്പോഴും നമുക്ക് ഈ ഒരു ഫ്രാഞ്ചൈസിലെ പടം തന്നെയാണെന്ന് നമുക്ക് ഓർമ്മ വരുന്ന രീതിയിലാണ് നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒന്നുമില്ല. കമ്പാരിറ്റീവ്ലി സെക്കൻഡ് ഹാഫ് ഒക്കെ തുടങ്ങിയിട്ടൊരു ആക്ച്വലി ഈ ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലം എന്ന് പറയില്ല, അവിടേക്കാണ് ഈ ഒരു സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ തന്നെ പടം. സോ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് കൂട്ടപ്പൊരിച്ചിലാണെന്ന് പറയും. പക്ഷേ ഈവൻ ഫസ്റ്റ് ഹാഫിലും കുറേ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ്, ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒന്നുമില്ല, ഒരു സബ് ടൈറ്റിലൊന്നും ഇല്ലാതാണ് ഞാൻ കണ്ടത്. ഒരു ചെറിയ കുട്ടിക്കടക്കം കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ഭയങ്കര സിമ്പിൾ നറേഷനാണ്. പക്ഷേ നറേഷൻ കാണാനോ അല്ലെങ്കിൽ ഇതിലെ കഥയിലെ ട്വിസ്റ്റ് കാണാനോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പടങ്ങൾ കാണുന്ന ഇതിലെ ആക്ഷൻ സീക്വൻസുകൾ കാണാനാണ്. അത് നീറ്റായിട്ട് ഡെലിവറി ചെയ്യുന്ന, നമ്മൾ കൊടുത്ത പൈസയ്ക്കുള്ള മുതലുണ്ട് എന്ന് നമുക്ക് കണ്ടിറങ്ങും നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ എല്ലാവർക്കും. ഇപ്പോൾ ജോൺ വിക്ക് 4-ഉം 3-ഒക്കെ കണ്ട് ഒരുപാട് ഓവർ റേറ്റഡ് ആയിട്ട് പറയുന്ന കുറേ പേരുണ്ട്. 4-ഒന്നും തീരെ പറ്റാത്ത കുറേ പേരുണ്ട്. എന്നെ സംബന്ധിച്ച് ആ ഒരു ഫ്രാഞ്ചൈസി തന്നെ പേഴ്സണൽ ബെസ്റ്റാണ് ജോൺ വിക്ക് 4-ഒക്കെ. കിഡില സാധനമായിരുന്നു. പക്ഷെ അതേപോലെ ആയിരിക്കില്ല എല്ലാവർക്കും. അതേപോലെ തന്നെ ഈ ഒരു ഫ്രാഞ്ചൈസിന് ഇഷ്ടമാണെങ്കിൽ ഈ സാധനങ്ങൾ ഈ ആക്ഷൻ ബ്ലോക്കുകൾ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കണ്ടുവെക്കുക. സോ ഓൾറെഡി ബെല്ലറിനെ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.